ചെസ് മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെസ് ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ഗെയിമുകളിലൊന്നായ എ നൈറ്റ് അറ്റ് ദി ഓപ്പറ ആണ്. 1858 പാരീസിൽ പോൾ മോർഫി ഒരേസമയം ഡ്യൂക്ക് കാലിനും കൗണ്ട് എസുവാർഡിനും എതിരായി കളിച്ച ഈ ഗെയിം ഇന്നും ആക്രമണ ചെസ്സിന്റെ മാസ്റ്റർ പീസ് എന്ന നിലയിൽ അറിയപ്പെടുന്നു. ഒരു പീസ് പോലും വെറുതെ നീക്കാതെ ഓരോ നീക്കവും ആക്രമണത്തിനായി എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഈ ഗെയിം നമ്മെ പഠിപ്പിക്കുന്നു. എങ്കിൽ ഓരോ നീക്കവും നോക്കാം. E4 വൈറ്റ് കേന്ദ്രം നിയന്ത്രിച്ചുകൊണ്ട് ഗെയിം ആരംഭിക്കുന്നു. E5 ബ്ലാക്കും കേന്ദ്രത്തിൽ സമനിലയിൽ മറുപടി നൽകുന്നു. നൈറ്റ് F3 D6 ബ്ലാക്ക് ഫിലിഡോർ ഡിഫൻസ് തിരഞ്ഞെടുക്കുന്നു. കേന്ദ്രം ഉറപ്പിക്കാനാണ് ഈ നീക്കം. D4 വൈറ്റ് ഉടൻ കേന്ദ്രം തുറന്ന് കൂടുതൽ ഇടം പിടിക്കുന്നു. ബിഷപ്പ് G4 ബ്ലാക്ക് ബിഷപ്പിനെ പുറത്തു കൊണ്ടുവരുന്നു. പക്ഷേ ബോബി ഫിഷറുടെ അഭിപ്രായത്തിൽ തുടക്കത്തിൽ തന്നെ ഇത് ഒരു ദുർബല നീക്കമാണ്. വികസനം പൂർത്തിയാക്കുന്നതിനു മുമ്പ് ബിഷപ്പിനെ ഇങ്ങനെ നീക്കിയത് പിന്നീട് വലിയ പ്രശ്നമായി മാറുന്നു. DX E5 വൈറ്റ് കേന്ദ്രത്തിലെ പാവനെ സ്വന്തമാക്കുന്നു. ബിഷപ്പ് F3 ബ്ലാക്ക് നൈറ്റിനെ വെട്ടി വൈറ്റിന്റെ പാവുകളുടെ ഘടന തകർക്കാൻ ശ്രമിക്കുന്നു. ക്വീൻ F3 വൈറ്റ് ക്വീൻ ഉപയോഗിച്ച് ബിഷപ്പിനെ തിരിച്ചുവെട്ടുന്നു. ക്വീൻ ഇപ്പോൾ ആക്രമണത്തിൽ സജീവമാകുന്നു. DX E5 ബ്ലാക്ക് നഷ്ടപ്പെട്ട പാവനെ തിരിച്ചുപിടിക്കുന്നു. ബിഷപ്പ് C4 വൈറ്റ് ബിഷപ്പിനെ മികച്ച ഡയഗണലിലേക്ക് വികസിപ്പിച്ച് F7 എന്ന ദുർബല ചതുരത്തെ ലക്ഷ്യമിടുന്നു. നൈറ്റ് F6 ബ്ലാക്ക് നൈറ്റിനെ വികസിപ്പിച്ച് കേന്ദ്രത്തെ ശക്തിപ്പെടുത്തുന്നു. ക്വീൻ B3 ഇതാണ് മോർഫിയുടെ അതിശക്തമായ ആശയം. ഒരൊറ്റ നീക്കത്തിലൂടെ F7 പാവിനെയും B7 പാവിനെയും ഒരേസമയം സമ്മർദ്ദത്തിലാക്കുന്നു. ബ്ലാക്ക് ക്വീനെ E7ലേക്ക് മാറ്റി F7ലെ സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ വൈറ്റിന്റെ ആക്രമണം ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. നൈറ്റ് C3 വൈറ്റ് മറ്റൊരു നൈറ്റിനെയും വികസിപ്പിച്ച് കേന്ദ്രത്തിന് കൂടുതൽ കരുത്ത് നൽകുന്നു. അതോടൊപ്പം D5ലേക്കും E4ലേക്കും നിയന്ത്രണം വർദ്ധിപ്പിക്കുന്നു. C6 ബ്ലാക്ക് D5 പാവിനെ ഉറപ്പിക്കാനും ക്വീൻ സൈഡിൽ സ്ഥാനം ശക്തമാക്കാനുമാണ് ശ്രമിക്കുന്നത്. ബിഷപ്പ് G5 വൈറ്റ് ബിഷപ്പിനെ G5ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിന്റെ ക്വീനെ ശ്രദ്ധയിൽ വെക്കുകയും വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ബോബി ഫിഷറുടെ അഭിപ്രായത്തിൽ ഈ സമയത്ത് ബ്ലാക്കിന്റെ സ്ഥാനം വളരെ പ്രയാസകരമാണ്. ക്വീൻ നിൽക്കുന്ന സ്ഥാനം കാരണം ബിഷപ്പിന്റെ വികസനം തടസ്സപ്പെടുന്നു. കൂടാതെ ക്വീൻ സൈഡിലും സമ്മർദ്ദം വർദ്ധിക്കുന്നു. B5 സമ്മർദ്ദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ബ്ലാക്ക് ക്വീൻ സൈഡിൽ മുന്നേറ്റം നടത്തുന്നു. പക്ഷേ ഇതാണ് നിർണായകമായ പിഴവ്. നൈറ്റ് X B5 വൈറ്റ് നൈറ്റ് ഉപയോഗിച്ച് B5 പാവനെ സ്വന്തമാക്കുന്നു. ഇത് ഒരു സാധാരണ പാവൻ നേടൽ മാത്രമല്ല, ബ്ലാക്കിന്റെ പ്രതിരോധം തകർക്കാനുള്ള തുടക്കമാണ്. CX B5 ബ്ലാക്ക് പാവൻ ഉപയോഗിച്ച് നൈറ്റിനെ തിരിച്ചുവെട്ടുന്നു. ബിഷപ്പ് X B5+ വൈറ്റ് ബിഷപ്പ് കൊണ്ട് B5ലെ പാവനെ വെട്ടിക്കൊണ്ട് രാജാവിന് ചെക്ക് നൽകുന്നു. ബ്ലാക്കിന്റെ രാജാവ് ഇപ്പോൾ വലിയ സമ്മർദ്ദത്തിലാണ്. ബ്ലാക്ക് നൈറ്റ് ഉപയോഗിച്ച് ചെക്ക് തടയുകയും പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. കാസിൽ ക്വീൻ സൈഡ് വൈറ്റ് രാജാവിനെ സുരക്ഷിതനാക്കുന്നു. അതോടൊപ്പം റൂക്ക് തുറന്ന D5ലേക്ക് എത്താൻ തയ്യാറാകുന്നു. റൂക്ക് D8 ബ്ലാക്ക് തുറന്ന D5ൽ റൂക്കിനെ സജീവമാക്കുന്നു. റൂക്ക് X D7 ഇതാണ് മോർഫിയുടെ മാസ്റ്റർ പീസ്. വൈറ്റ് റൂക്ക് ത്യജിച്ച് ബ്ലാക്കിന്റെ പ്രതിരോധം പൂർണ്ണമായി തകർക്കുന്നു. റൂക്ക് X D7 ബ്ലാക്ക് റൂക്കിനെ തിരിച്ചുവെട്ടുന്നു. റൂക്ക് D1 ഇപ്പോൾ രണ്ടാമത്തെ റൂക്ക് തുറന്ന D5ലേക്ക് എത്തുന്നു. ആക്രമണം ഒരു നിമിഷം പോലും നിർത്താതെ തുടരുന്നു. ക്വീൻ E6 ബ്ലാക്ക് ക്വീനെ പ്രതിരോധത്തിലേക്ക് കൊണ്ടുവരുന്നു. ബിഷപ്പ് X D7+ വൈറ്റ് വീണ്ടും ചെക്ക് നൽകുന്നു. ഓരോ നീക്കവും ബ്ലാക്കിന്റെ പ്രതിരോധം തകർക്കുകയാണ്. നൈറ്റ് X D7 ബ്ലാക്ക് നൈറ്റ് ഉപയോഗിച്ച് ബിഷപ്പിനെ വെട്ടുന്നു. ക്വീൻ B8+ അവിശ്വസനീയമായ ഒരു നീക്കം. വൈറ്റിന്റെ ക്വീൻ ചെക്ക് നൽകിക്കൊണ്ട് ബ്ലാക്കിന്റെ അവസാന പ്രതിരോധ പീസിനെയും മാറ്റാൻ നിർബന്ധിതനാക്കുന്നു. നൈറ്റ് X B8 ബ്ലാക്ക് നൈറ്റ് കൊണ്ട് ക്വീനെ വെട്ടുന്നു. അവസാന നീക്കം റൂക്ക് D8 ചെക്ക്മേറ്റ്. വൈറ്റിന്റെ റൂക്ക് അവസാന നിരയിലേക്ക് കയറി ചെക്ക്മേറ്റ് നൽകുന്നു. ബ്ലാക്കിന്റെ രാജാവിന് ഇനി രക്ഷപ്പെടാൻ ഒരു കളവുമില്ല. ചെക്ക് തടയാനും വഴിയില്ല. മറ്റൊരു പീസ് കൊണ്ട് റൂക്കിനെ വെട്ടാനും സാധിക്കില്ല. ഇതോടെ പോൾ മോർഫിയുടെ ചരിത്രപ്രസിദ്ധമായ എ നൈറ്റ് അറ്റ് ദി ഓപ്പറ അതിമനോഹരമായ ചെക്ക്മേറ്റോടെ അവസാനിക്കുന്നു. ഈ ഗെയിം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം പീസുകൾ വേഗത്തിൽ വികസിപ്പിക്കുക. സമയം നഷ്ടപ്പെടുത്തരുത്. എല്ലാ പീസുകളെയും ആക്രമണത്തിൽ പങ്കെടുപ്പിക്കുക. അതാണ് മോർഫിയുടെ ചെസ്സിന്റെ സൗന്ദര്യം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ ചെസ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ. ഇത്തരത്തിലുള്ള ക്ലാസിക് ഗെയിമുകളും ചെസ് ട്രാപ്പുകളും ഓപ്പണിംഗ് വിശകലനങ്ങളും മലയാളത്തിൽ കാണാൻ ചെക്ക്മേറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. കണ്ടതിന് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സന്തോഷത്തോടെ ചെസ് കളിക്കൂ. ചെക്ക്മേറ്റ്